ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ അർജുനനും ഭഗവാനും തമ്മിലുള്ള ആ സംവാദം അങ്ങനെ തുടരുകയാണ്. ഞാൻ ഈ ലോകാരംഭത്തിൽ വിവസ്വാന് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് കേട്ട് അർജുനൻ പറയുന്നു, അങ്ങിപ്പോഴല്ലേ ജീവിച്ചിരിക്കുന്നത്, ലോകാരംഭം വിവസ്വാൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താണ്, അതുകൊണ്ട് എങ്ങനെയാണ് ഞാനത് വിശ്വസിക്കുന്നത്, എനിക്ക് അത് മനസ്സിലാവുന്നില്ല എന്ന്. ഉടനെ ഭഗവാൻ പറഞ്ഞു, അർജുന, നീയും ഞാനും എത്രയോ ജന്മങ്ങൾ പിന്നിട്ടു, നിനക്ക് അതൊന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ആ ജന്മങ്ങളെക്കുറിച്ചും എല്ലാം അറിയാം. അതുകൊണ്ടാണ് നീ ഇത് ഓർക്കാത്തതും നിനക്ക് മനസ്സിലാവാത്തതും. പക്ഷെ ഞാൻ പറയുന്നത് ശരിയാണ്. ഇനി അടുത്ത 6-ാമത്തെ ശ്ലോകം കേൾക്കാം. ഭഗവാൻ പറയുകയാണ്, അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയ. ഞാൻ അജോപി, ഞാൻ അജനാണ്. അജൻ എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്തവൻ, ജന്മരഹിതനാണ്. അതുപോലെ തന്നെ സന്നവ്യയാത്മാ എന്ന് വെച്ചാൽ എൻ്റെ രൂപത്തിന് മാറ്റമൊന്നും അല്ലെങ്കിൽ ഒരു ലോപവും, വ്യയം എന്ന് പറഞ്ഞാൽ നശിക്കുക അല്ലെങ്കിൽ ചിലവാക്കുക, ഇല്ലാതാക്കുക. പക്ഷേ അതുകൊണ്ട് എൻ്റെ ഈ രൂപത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, യാതൊരു ലോപവും സംഭവിക്കുന്നില്ല. പിന്നെ ഭൂതാനാം ഈശ്വരോപി, ഞാൻ ഭൂതങ്ങളുടെ എല്ലാം ഈശ്വരനാണ്. കാരണം ഞാൻ എല്ലാം പ്രപഞ്ചഘടകങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ്. എങ്കിലും പ്രകൃതിയും സ്വാമധിഷ്ഠായ, ഞാൻ എല്ലാ പ്രപഞ്ചശക്തികളെയും നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. അതേസമയം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായ, അതേസമയം ഞാൻ സ്വമായ കൊണ്ട്, എൻ്റെ സ്വന്തം മായ കൊണ്ട് ഇങ്ങനെ ആവിർഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. 7-ാമത്തെ ശ്ലോകം ഇതാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഭഗവാൻ ഓരോരോ കാര്യങ്ങളായിട്ട് അർജുനനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത്രയും നന്നായിട്ട് ഒരു ഗുരു പറഞ്ഞു കൊടുക്കുന്നതുപോലെ പറഞ്ഞു കൊടുക്കുന്ന ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാം.